ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞാനും അമ്മയും കൂടെ ഭക്ഷണ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഒന്നും വരാറില്ല, അമ്മ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വന്ന് കയറും കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്നാൽ പിന്നെ എടുത്തേക്കാം. വേറെ ഒന്നും കൊണ്ടുമല്ല, അച്ഛൻ കല്ലുമ്മക്കായ, നിങ്ങളൊക്കെ എന്താ പറയാറില്ല, ഞാൻ ശരിക്കും കടുക്കാന്നാണ് കേട്ടോ പറയാറ്. പിന്നെ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പം ഞങ്ങളുടെ സ്വന്തം കടുക്ക, അതിൻ്റെ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു ഫ്രൈ പോലെ. പിന്നെ ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ റെഡിയാക്കുകയാണ്. മറ്റൊന്നുമില്ല, അപ്പം അമ്മ അപ്പുറത്ത് നിന്നിട്ട് കടുക്കേണ്ടത് നമ്മൾ ചൂടാക്കിയിട്ട് ആ തോല് പൊളിച്ച് വെക്കൂലേ, അതിൻ്റെ ആ തോട് മുകളിലുള്ള അത് പൊളിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ അപ്പുറത്ത് നിന്ന് അമ്മയുടെ പണി ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് നിന്ന് എൻ്റെ പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ ഇടിക്കുന്ന ഒരു കല്ലില്ലേ, അതിലാണ് കേട്ടോ ഞാൻ അധികം എടുക്കാറുള്ളത്. പിന്നെ നമുക്ക് ചെറിയ ഗ്രൈൻഡർ വെച്ചിട്ടൊക്കെ ചെയ്യാം, പക്ഷേ മിക്സീൻ്റെ ആ ഒരു കുഞ്ഞു ജാറിൽ ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. പിന്നെ വീട്ടിലുള്ളതാണെങ്കിലും കല്ലിൻ്റെ ആ ഒരു ഇടിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതൊരു രസം, കാരണം അങ്ങനെ വലിയ എമൗണ്ട് ഒന്നുമില്ലല്ലോ, ഒരു കുഞ്ഞ് സാധനം ചതച്ചെടുക്കാനല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മേനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ കുറച്ച് നേരം എൻ്റെ കുത്തലും കൂടെ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് തന്നെയായിരിക്കും, പിന്നെ ഞാൻ ചെയ്യുമ്പോൾ അതൊന്നുകൂടെ സ്പെഷ്യലായല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുത്താണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിലൊക്കെ കടുക്ക വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. രാത്രി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെ വീട്ടിലെപ്പോഴും കടുക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്ര ഐറ്റംസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കറിവേപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി കണ്ടോ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ നേരെ കറിവേപ്പിലയും കൂടെ വന്നിട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ സവാള എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, മറ്റൊന്നല്ല, തക്കാളി ഉണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റിലാണ് ഇടുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റെപ്പിലേക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരാൻ പോവുകയാണേ. അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അതിലേക്ക് കല്ലുമ്മക്കായ ഇട്ടിട്ട് ഇത് ഫ്രൈ നേരെ തുടങ്ങി കേട്ടോ. അതിൽ കല്ലുമ്മക്കായൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾ, മുളക് പൊടി, ഇത്രയും സാധനം. പിന്നെ ഒരു നുള്ളു കറിവേപ്പിലയും കൂടെ എടുത്തിട്ടതിന് ശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇത്രയും സാധനം മാത്രം. ഞാനത് എനിക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും മസാലകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊരിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ വെളിച്ചെണ്ണയിൽ. നിങ്ങൾ കണ്ടില്ല ഞാൻ ഒഴിച്ച എമൗണ്ട് വെളിച്ചെണ്ണയിൽ അത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ആ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള, പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ഈസി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടതിന് ശേഷം ഇങ്ങനെ മൂടി വെക്കുക കേട്ടോ. മൂടി വെക്കുമ്പോൾ അത് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വരും. പിന്നെ മൂടി തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ 4 പ്രാവശ്യമായിട്ട് ഞാൻ കുറഞ്ഞ തീയിൽ, ഒരുപാട് കുറഞ്ഞ തീയിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ സവാള നന്നായിട്ട് ഇതാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യം എടുത്തപ്പോൾ ഈ ഒരു കണ്ടീഷനിലാട്ടോ വന്നിട്ടുള്ളത്. അതായത് ഏകദേശം നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് സവാള ഒരു കരിഞ്ഞ പോലെയല്ല, ആ ഒരു ഇതുണ്ടല്ലോ, എനിക്കതാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഈ ഒരു തക്കാളി, 2 തക്കാളി ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ആദ്യം ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യരുത് കേട്ടോ. കാരണം മറ്റൊന്നും കണ്ടല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രണ്ടിനും അതിൻ്റെ ആ ഒരു പാകം ഉണ്ടല്ലോ, കറക്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഞാനതും ഇതേപോലെ തന്നെ മൂടി വെച്ചതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം
അപ്പോൾ ഈ ഒരു സെമി ഗ്രേവി ഒരു ഏകദേശം ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആ കടുക്കുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളായിരിക്കും ഇത്രയും സമയം എടുക്കുന്നുണ്ടല്ലോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിതാ ചപ്പാത്തി ചുടുന്നുണ്ട്, എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. ഇപ്പോൾ രാത്രി പെട്ടെന്നൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ റെഡിയായി. പിന്നെ അതിന് ശേഷം നമ്മുടെ കല്ലുമ്മക്കായും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഒരു ചപ്പാത്തിയും പിന്നെ ഇതായിരുന്നു കേട്ടോ കല്ലുമ്മക്കായൻ്റെ ആ ഒരു കണ്ടീഷൻ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബായ്.